അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ കാണിക്കാമേ. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക, ഫുൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമേ. കാരണം എനിക്കുൾപ്പെടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പറയാമേ. Girls like her have no shame these days. Look at her clothes, she's asking for attention. Not feminine enough. Why does she dress like a boy all the time? So tiny, how will she even match her husband's height? Men like tall girls, she won't get chosen. Men don't like women taller than them. Too tall, looks awkward next to men. Confidence is fine, but she shouldn't wear clothes like that. She should lose some weight if she wants respect. Too dark, doesn't look feminine enough. She'd be beautiful if only she were fairer. Who will marry her again with kids? Failed wife trying to act strong now. 7 years and still no news? Something must be wrong with her. Must be just for show. Let's see how long that lasts. She's crossing 30 and still not married. There must be something wrong with her. Let them talk, dear. People who have nothing to do always find someone to judge. No matter what you wear, how you look, or how you live. Society will always find something to say. You are not here to fit into their boxes. You are here to build your own sky. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ എനിക്കുൾപ്പെടെ പലവർക്കും ഇതുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അതിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഡ്രസ്സിങ്, ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് കുറ്റം കാണും. ചുരിദാർ ഇട്ടാൽ കുറ്റം, ചുരിദാർ ഇട്ടില്ലെങ്കിൽ കുറ്റം, സാരി ഉടുത്താൽ കുറ്റം, സാരി ഉടുത്തില്ലെങ്കിൽ കുറ്റം, നീളമായാൽ കുഴപ്പം, നീളമില്ലെങ്കിൽ കുഴപ്പം, വണ്ണിച്ചാൽ കുഴപ്പം, വണ്ണം ഇല്ലെങ്കിൽ കുഴപ്പം, ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പം, കല്യാണം കഴിച്ചാൽ കുഴപ്പം. അങ്ങനെ പല രീതിയിൽ അല്ലെ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് കൂടുതലും എന്താണ്, ഒരു വേലയും കൂലിയില്ല, കുറെ ഗോസിപ്പ് കറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കണമെന്ന് ആഗ്രഹമുള്ള ചിലർ കാണുമല്ലോ. ആരെ കണ്ടാലും അവരെ പറ്റി കുറ്റം പറയണം. അവർക്ക് ആ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ ആ ആളെ പറ്റി എന്തും പറയാൻ തയ്യാറായിരിക്കുന്ന കുറെ പേര് ഉണ്ടായിട്ടുണ്ട്. ഏത് ഡ്രസ്സിങ്ങിനും ഏത് കാര്യത്തിനും എന്ത് ചെയ്താലും അതിന് കുറ്റം കാണുന്ന കുറെ പേര്. അത് മേ ബി നമ്മൾ ചെയ്യുന്നതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള കുശുമ്പെന്ന് പറയല്ലേ, അതായിരിക്കും. ഈ കുശുമ്പിനും കഷണ്ടിക്കും, കുശുമ്പ് കുന്നായ്മ കഷണ്ടി, ഇതിനൊന്നും മരുന്നില്ല. അതൊക്കെയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് ഇത് വേണം. അതാണ്ട് ഈ ഒരു സാധനം ബുദ്ധി, പിന്നെ കുറച്ച് വിവരം വേണം. ചിലരുണ്ട് ബുദ്ധി ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇതൊന്നും ഏൽക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരെയൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയില്ലേ, അതേപോലെയുള്ളൂ. കുറെ കിടന്ന് കുരച്ച് നമ്മളത് മൈൻഡ് ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കളയും അവർ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക, അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുക. പിന്നെ ചിലരുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ അടുക്കയിലോട്ട് വന്നിട്ട്, ആ മോളെ എന്തുകൊണ്ട്, അങ്ങനാണോ ഇങ്ങനാണോ, സുഖാണോ, നീ എന്താ മോനെ അങ്ങ് കറുത്തു പോയേ, നീ എന്താ മെലിഞ്ഞു പോയേ, നിനക്ക് വണ്ണം വെച്ചല്ലോ, നമ്മളെ അങ്ങ് സ്നേഹിച്ചു കൊല്ലും. ആ സ്നേഹം കണ്ടു കഴിയുമ്പോൾ പാപിടിച്ച് നമ്മൾ ഓർക്കും അവർക്ക് സ്നേഹമാണ്. പിന്നീടായിരിക്കും അറിയുന്നത് ഇവരെന്തെല്ലാം നമ്മളെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെ ചിരിച്ച് കാണിച്ച് നമ്മളെ പിന്നീട് കുത്തുന്ന കട്ടപ്പന്മാർ കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് തിരിച്ചറിയുക, ഒരു കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക. ഇങ്ങനെയുള്ളവര് അവരുടെ ആവശ്യത്തിന് നമ്മളെ വന്ന് സ്നേഹിച്ച് നമ്മളുടെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമ്മളെ നന്നായി കുറ്റം പറയുകയും ചെയ്യും. അപ്പൊ ആ കാറ്റഗറിപ്പെട്ടവരും നമ്മൾ ഈ കണ്ട വീഡിയോയിൽ കാണുന്ന ആൾക്കാരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അതൊന്നും കാര്യമാക്കാതെ അതങ്ങ് തള്ളിക്കളയുക. ഇങ്ങനെയുള്ളവരുടെ മെയിൻ വിചാരം എന്താണെന്നറിയോ, അവർ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവരാണ് കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ. അതായത് അവർക്ക് അവരുള്ളിടത്തോട്ട് നമ്മൾ പോകുന്നതോ നമ്മൾ നിൽക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. അവർ ചിന്തിക്കുന്നില്ല ഇതേ ഒരു അവസ്ഥ അവർക്കും ഉണ്ടാകും. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതെന്തായാലും നടക്കും എന്നുള്ള ഒരു ഉറപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാൻ കേട്ടോ. നമ്മൾ ഈ കുറ്റം പറയുന്നതും കുറവ് പറയുന്നതും ഇവരെക്കുറിച്ചും പലരും പറയുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഈ ഒരാൾ ഇന്നടത്ത് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ആ ആൾ ഇന്നടത്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിന്തിക്കണം, ഇവരും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമെന്നുള്ളത്. അങ്ങനെ ചിന്തയില്ലാത്തത് കൊണ്ടാണ് അവർ, ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിയും വിവരമൊക്കെ ഇല്ല, ഉണ്ടെങ്കിലും അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് വരുന്ന കുഴപ്പങ്ങളാണ്. ഈ ഗോസിപ്പ് പറയാന്നുള്ള ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ട് പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളവരെ അങ്ങ് ഒരു കൈ അകലത്തിൽ അങ്ങ് നിർത്തിയേക്കുക. അവരെ കണ്ടിച്ചിരിക്കുന്നതിനോടോ അല്ലെ ഹൈ ബൈ പറയുന്നതിനോടോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ ലോഹിത്തിന് ഇവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണ് ഞാനത് കേട്ടോ. അപ്പം ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പറയണം എന്നുള്ളത്. നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങൾ നമ്മളെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും. നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ,
ഇതങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുക. ഇതൊക്കെ കേട്ടാലും ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓക്കെയാണ്, നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്, നമ്മുടെ കുട്ടികൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെന്തെല്ലാം പറഞ്ഞാലും അതിനെ നെവർ മൈൻഡ് ആക്കി വിടുക, നമ്മൾ ചെയ്യുക. നമുക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന കാര്യം കേട്ടിട്ട് അത് വിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുക, മുന്നോട്ട് പോവുക. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ഓക്കെ ആണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. അത് വേറൊരാളുടെ അത് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നമ്മളത് നിർത്തേണ്ട കാര്യം ഇല്ല. ശരിയല്ലേ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ചെയ്യണം, ഇതിനെപ്പറ്റി ചെയ്യണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാമേ. ബൈ.